കോഴിക്കോട് സരോവരത്തെ തണ്ണീർത്തടം നികത്തിയ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കോർപ്പറേഷന്റെ പിന്തുണ. വിവരാവകാശ രേഖ ജനം ടിവിക്ക് ലഭിച്ചു. കോടതി ഉത്തരവ് ലഭിച്ചില്ല എന്ന കോർപ്പറേഷന്റെ വാദമാണ് ഇതോടെ പൊളിയുന്നത്. കോടതി അലക്ഷ്യ ലംഘനമാണ് കോർപ്പറേഷൻ നടത്തുന്നത് എന്നാണ് വിലയിരുത്തൽ. ദിസ്ന സുരേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ദിസ്ന, ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ദേവിക, നിരവധി തവണ ജനം ടി വി തന്നെ വാർത്ത നൽകിയതാണ് ഈ തണ്ണീർത്തടം നികത്തലുമായി ബന്ധപ്പെട്ട അവിടെ പ്രവർത്തിക്കുന്ന സ്വകാര്യ ഓഡിറ്റോറിയം ഒക്കെയായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ നൽകിയതാണ്. നമുക്കറിയാം, കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. അവിടെ അത്തരത്തിൽ പ്രവർത്തനാനുമതി ഇല്ല എന്നൊരു ഉത്തരവ് കോടതി ഇറക്കിയതാണ്. പക്ഷേ ഈ കോടതിയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് അവിടെ വിവിധ തരത്തിലുള്ള ഈ ട്രേഡ് സെന്ററിൽ വിവിധ തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നത് എന്നതാണ്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികൾ തന്നെയാണ് ആ സെന്ററുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. വിവിധ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെയും ഉണ്ടായിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം മഴ വന്നപ്പോൾ അവിടെ ഈ തണ്ണീർത്തടം നികത്തിയ ആ പ്രദേശത്തൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ജനങ്ങൾ വലിയ ദുരിതം അനുഭവിക്കുന്നതൊക്കെ തന്നെയും നമ്മൾ വാർത്ത ചെയ്തിരുന്നു. എന്തായാലും വിവരാവകാശ നിയമപ്രകാരം ജനം ടി വിക്ക് ലഭിച്ച മറുപടി എന്ന് പറയുന്നത് കോടതിയുടെ ഉത്തരവ് ഇത്തരത്തിൽ കോർപ്പറേഷന് ലഭ്യമായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന വിവരാവകാശ രേഖ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അത്തരത്തിലൊരു പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിന് തടയിടണം എന്നൊരു കാര്യം മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ അത്തരത്തിലൊരു പ്രതികരണം നടത്തുമ്പോഴും പരോക്ഷമായി പിന്തുണ നൽകുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, ഈ മിഠായി തെരുവിലെ 2017 തീപിടുത്തം, അതിനുശേഷം കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായ തീപിടുത്തത്തിലൊക്കെ തന്നെയും ഇത്തരത്തിൽ അനധികൃതമായി ലൈസൻസ് ഇല്ലാതെ നിരവധി കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് വ്യക്തമായതാണ്. പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ ഓഡിറ്റിംഗ് ഒന്നും കൃത്യമായി നടക്കുന്നില്ല എന്നത് മേയർ തന്നെ സ്ഥിരീകരിച്ച ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കെട്ടിട നമ്പർ വിവാദമൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ നിരവധി ആരോപണങ്ങളാണ് കോഴിക്കോട് കോർപ്പറേഷനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. ഇപ്പോഴിതാ ഈ സെന്ററുമായി ബന്ധപ്പെട്ട് പല തവണയായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നു. ആ ആരോപണങ്ങളെ ഒക്കെ തന്നെയും സ്ഥിതി വെക്കുന്ന വിവരാവകാശ രേഖ ജനം ടി വിക്ക് ലഭ്യമായിരിക്കുന്നു. അപ്പോൾ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു കോടതി അലക്ഷ്യം തന്നെയാണ് ഈ കോർപ്പറേഷൻ നടത്തുന്നത് എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ കഴിയും. അവിടെ പരിപാടി നടത്തുമ്പോൾ വിവിധ വേദികളിലായി അല്ലെങ്കിൽ ജനകീയ കൂട്ടായ്മ രൂപീകരിക്കപ്പെട്ട പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നു എന്ന് തന്നെയാണ്. ഇത്തരത്തിൽ കോടതി അവിടെ പരിപാടികളോ മറ്റ് സംഭവങ്ങളോ ഒന്നും തന്നെ നടത്തരുത് എന്ന ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടും കോടതിയെ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ട്രേഡ് സെന്ററുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കുന്നത് എന്ന രേഖ തന്നെയാണ് ജനം ടി വിക്ക് ലഭ്യമായിട്ടുള്ളത്. ദേവിക, ശരി ദിസ്ന.